നല്ല ഹെൽത്തി ഹെയർ ആണോ നിങ്ങൾക്ക് വേണ്ടത്? അതിനായി നമ്മൾ പുറത്തോട്ട് മാത്രം ഓയിലിങ് കാര്യങ്ങളും ചെയ്താൽ പോരാ. നമ്മൾ ഉള്ളിലൂടെയും അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിനായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. നല്ല ഹെൽത്തിയും അതേപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള നോ ആഡഡ് ഷുഗർ ലഡ്ഡൂസ് ആണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. വൈറ്റമിൻ ഇ കിട്ടാനായിട്ട് ബദാം എടുക്കാം. ഇത് നമ്മുടെ സ്കാൽപ്പ് ഹെൽത്തി ആക്കും. സിങ്കും കോപ്പറിന് വേണ്ടി നമുക്ക് കാഷ്യൂ എടുക്കാം. ഇത് നമ്മളെ ഹെയർ തിന്നാവാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇനി പംകിൻ സീഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് സിങ്ക് കിട്ടും. ഇത് ഹെയർ ഫോൾ റെഡ്യൂസ് ചെയ്യാനും അതേപോലെ തന്നെ ഹെയർ ഗ്രോത്ത് സപ്പോർട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഇനി വൈറ്റമിൻ ഇയും അതേപോലെ തന്നെ ബയോട്ടിനും ഒരുമിച്ച് കിട്ടണമെങ്കിൽ സൺഫ്ലവർ സീഡ് എടുക്കണം. ഇത് നമ്മുടെ സ്കാൽപ്പിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാൻ നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യും. ഇനി ലാസ്റ്റ് ആയിട്ട് ഫ്ലാക്സ് സീഡ് ആണ്. ഇത് റിച്ച് ഇൻ ഒമേഗ 3 ഫാറ്റി ആസിഡ് ആണ്. ഇത് നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് നറിഷ് ചെയ്യാനും ഹെയറിന് ഒരു ഷൈനും കൊടുക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് ചൂടാറിയാൽ എല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി അടുത്തതായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഗീ ചേർത്ത് അതിലേക്ക് സീഡ് കളഞ്ഞ ഡേറ്റ്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു ഡേറ്റ്സിൽ നമുക്ക് അയണും അതേപോലെ തന്നെ വൈറ്റമിൻ ബി കോംപ്ലക്സും കിട്ടുന്നുണ്ട്. ഇത് നമ്മളെ ഹെയർ ഫോൾ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇനി ഈ ഡേറ്റ്സ് നമുക്ക് നല്ല രീതിയിലൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു ഡേറ്റ്സ് ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ ക്രഷ് ചെയ്തെടുത്ത സീഡ്സും ഈ ഒരു സ്മാഷ്ഡ് ഡേറ്റ്സും എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ലാസ്റ്റായിട്ട് ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഹോം മെയ്ഡ് നാച്ചുറൽ ഹെയർ ഗ്രോത്ത് ലഡ്ഡൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് ആണ്. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. സോ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ ഇതേപോലത്തെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വേണം ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ ശരി എന്നാൽ ഇനി അടുത്ത വീഡിയോ കാണാം.